ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് എനിക്ക് എന്താണ് ഓഫ് ഡേ ആണ്. സോ ഇന്നത്തെ എൻ്റെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൊരു വ്ളോഗായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പം ടൈം എന്താണ്, ഒരു 10 മണിയായി. ഞാൻ 9:45 എണീറ്റത്. ഞാൻ ഇന്നലെ രാത്രി സീരീസ് കണ്ടിരുന്ന ലേറ്റായിട്ട് ഉറങ്ങിയത്. സോ പിന്നെ എനിക്കിന്ന് ഓഫാണല്ലോ. ഞങ്ങൾക്കിന്ന് 2 പേർക്ക് ഓഫാണ്. അൻസപ്പിക്ക് വൈകിട്ട് പോകണം. സ്ഥലത്ത് ഓൾറെഡി പോയി. സോ എന്താ, നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. ലിപ്സ്റ്റിക് ഇടാത്തൊരു ഡ്രസ്സും ഇല്ല. സോ ഞാൻ പോയി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു ഗൈസ്. പക്ഷെ എനിക്ക് രാവിലെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഫോണിനൊരു ക്ലാരിറ്റി ഇല്ല. എനിക്കും ഫോൺ എടുക്കണം എന്നുണ്ട്. സോ ഫീസൊക്കെ അടച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ഫോൺ എടുക്കും ഗൈസ്. പക്ഷേ ഏത് ഫോൺ എടുക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ആപ്പിൾ ആണോ അതോ സാംസങ് ആണോ എന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്താ ഈ 2 ഫോണിൽ ഏതെങ്കിലും ഇട്ടാലേ എടുക്കത്തുള്ളൂ. എന്തെങ്കിലും ഐഫോൺ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ സാംസങ് എടുക്കും. നിങ്ങൾക്ക് ഏത് ഫോണാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മീൻസ് ഞാനിങ്ങനെ ഒരു കീപ് സെർച്ചിങ്ങിലാണ്. ഏത് ഫോണാണ് നല്ലത്, ഐഫോൺ ആണോ സാംസങ് ആണോ? അങ്ങനെ എടുക്കുമ്പോൾ എന്തായാലും ഒരു നല്ല ഫോൺ ഞാൻ എടുക്കും. ബിക്കോസ് എനിക്കത് വീഡിയോ എടുക്കുന്നത് ഞാൻ ഭയങ്കര ഒരു ഫോട്ടോമാനിക്കാണ്. എപ്പോഴും എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് നല്ല ഫോണില്ലാത്തതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ ഭയങ്കര എപ്പോഴും ഇങ്ങനെ ഫോട്ടോ മീൻസ് ഈ ഫോൺ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുടെ ഒരു കുറവുണ്ട്. സോ ഫോട്ടോസൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരിതില്ല. അപ്പം ഞാൻ പണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ ഭയങ്കര ഫോട്ടോമാനിക് ആൻഡ് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. എപ്പോഴും ഞാൻ സ്റ്റോറി ഇടും, ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാം പോയി ഗൈസ്. കുറച്ച് ഡിപ്രഷനൊക്കെ പോയി. ഇപ്പം ഞാൻ ഡിപ്രഷനിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സോ എന്നാലും ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന കുറവാണ്. മറ്റേത് എന്നും പോയി പിക്ക് എടുത്ത് വെറുതെ സ്റ്റോറി ഇടും. ഒരു പാട്ടൊക്കെ വെച്ചിട്ട് സ്റ്റോറി ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ സ്റ്റോറി ഇടാറില്ല. ഇനി പതിയെ വീണ്ടും ഞാൻ ആ പേഴ്സൺ ആവണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആ പേഴ്സൺ ആവുന്ന ഇഷ്ടം. ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഓപ്പൺ പേഴ്സണാണ്. ഇപ്പം എനിക്കൊരു കാര്യം ഉണ്ടെങ്കിൽ മീൻസ് എനിക്കൊരു സീക്രട്ട് ഉണ്ടെങ്കിൽ കുറഞ്ഞൊരു 10 പേർക്കെങ്കിലും അറിയാമായിരിക്കും. എനിക്കിങ്ങനെ സീക്രട്സ് കീപ്പ് ചെയ്യാമെന്ന് അറിഞ്ഞൂടാ. എനിക്കിങ്ങനെ ആ ഒരു സാധനമാണ്. ഇപ്പൊ ആരോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ, ആരോടെന്നല്ല കുറച്ചേരോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. സോ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ല. ഭയങ്കര കുറച്ചൊക്കെ ഒതുങ്ങിപ്പോയി ഇവിടെ വന്നതിന് ശേഷം. മേ ബി കുറച്ച് അങ്ങനെ പ്രാരാബ്ദങ്ങളോ ആ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ കുറച്ച് പ്രാരാബ്ദങ്ങളും ഫീസ്, ഫ്യൂച്ചർ, അങ്ങനെ കുറേ ചിന്തകൾ എനിക്കുണ്ട്. സോ എനിക്കൊന്നിനും അങ്ങോട്ട് ആ പണ്ടത്തെ എന്നെ എനിക്ക് എവിടെയോ നഷ്ടമായി. സോ ആ എന്നെ എനിക്ക് വീണ്ടെടുക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കണം. സോ പറ്റായിരിക്കും തോന്നുന്നു. ആ ഒരു പാത്തിലാണ് ഞാനിപ്പം. സോ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോയി. ഞാൻ അങ്ങനെ ഒരു സീരിയസ് പേഴ്സണേ അല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയി പോകുന്നു. ശരിക്കും ഇങ്ങനെ എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എപ്പോഴും ജോളിയായിട്ടിരിക്കണേ ഇഷ്ടം. ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ പറയണേ ഇഷ്ടം. പിന്നെ ഞാൻ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവിടെ റൂമിലൊക്കെ എന്നോട് കുറച്ച് നേരം തന്നെ വായ നടച്ചു വെക്കുമോ അങ്ങനെ പറയും. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഫുഡ് കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്മൂത്തി എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ 2 ബനാനാസ് ഉണ്ട്. ഞങ്ങൾ ഈ വട്ടം ഇങ്ങനെ ഷോപ്പ് ചെയ്തത് ഇങ്ങനെ ഓരോ എന്തൊക്കെ കറി വെക്കണം ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്തത്. സാധാരണ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കുറേ ഇങ്ങനെ കാര്യം അനുസരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഷോപ്പ് ചെയ്തത് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കണക്കൊക്കെ വെച്ചിട്ടാണ്. സോ ബനാന എന്നത് ഏരിയയാണ് ഗൈസ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷോപ്പിങ്ങിന് പോയത്. സോ നാളെയാണ് വെള്ളിയാഴ്ച. അപ്പം ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഷോപ്പിങ് കഴിഞ്ഞു. പക്ഷെ ബനാന തീർന്നു. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് അധികം ഉണ്ട്. കറി വെക്കാനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അധികം ഉണ്ട്. സോ ബനാന ഉണ്ട്, ആപ്പിൾ ഉണ്ട്,
പിന്നെ ഇതേ കുറച്ച് ബ്ലൂബെറി ഉണ്ട്. സോ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിയതിൽ മറ്റേ അവോക്കാഡോ കുറച്ച്, അവോക്കാഡോ ഞാൻ എടുത്തിട്ടേ ഇല്ല, 4 അവോക്കാഡോ ഇരിപ്പുണ്ട്. സോ അത് നാളെ നമ്മൾ അവോക്കാഡോ ജ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ബനാന വാങ്ങിയിട്ട് വരും ഗൈസ്. അല്ലെങ്കിൽ ഇന്നൊരു ബനാന എടുത്താലോ, നാളെ ഒരു ബനാന ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ, അപ്പം 3 പേർക്ക് ഒരു ബനാന മതി അല്ലേ. സോ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. സോ ബനാന ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കുക. കുറച്ച് ചീത്തയായിട്ടുണ്ട്, കുറച്ച് ദിവസമായതുകൊണ്ടാണ്. നമുക്ക് ഇത് മിക്സി ഉണ്ട് ഗൈസ്. ഇത് ഇവർ വാങ്ങിയതാണ് മിക്സി. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇങ്ങോട്ട് വന്നൊരു പേഴ്സണാണ്. സോ ഇവരിത് ഷെയർ ഇട്ടാണ് എന്തോ 15 euro സംതിങ്. പിന്നെ നമുക്ക് ബ്ലൂബെറി ഇടാം. ബ്ലൂബെറി കുറച്ചേ ഉള്ളൂ. നമുക്ക് ആപ്പിൾ ഫസ്റ്റ് നമുക്ക് അരിയണം. സോ ആപ്പിളും കുറച്ച് ചീത്തയാവാൻ തുടങ്ങിയിട്ടുണ്ട്. തിരക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. സോ നമ്മൾ 2 ആപ്പിൾ എടുക്കുന്നുണ്ട്. സോ കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്യാന്ന് വെച്ചു. ഞങ്ങളങ്ങനെ പഞ്ചസാര ഉപയോഗിക്കാറില്ല ഇവിടെ. ഒന്നെങ്കിൽ ഹണി ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ഇതിടില്ല. പക്ഷെ ഇപ്പം അൻസബയ്ക്ക് എന്താ അവർക്ക് മധുരം വേണം. അപ്പം ചോക്ലേറ്റിന് വെച്ച് കൊക്കോ ക്രീം ഇല്ലേ, അതിടാറുണ്ട്. പക്ഷെ എനിക്കത് താല്പര്യമില്ല, എന്നാലും ഇടും. സോ കുറച്ച് ചോക്കോ ക്രീം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. വേടാ ശരി, നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ മറ്റേ ഒരു കുക്കറി ചെല്ലം തുടങ്ങിയല്ലോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ അത്ര നന്നായിട്ട് അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കിയാണ് കുക്ക് ചെയ്യാറ്. യൂട്യൂബ് നോക്കി കുക്ക് ചെയ്ത് എനിക്ക് അത്യാവശ്യം നാട്ടിൽ വെച്ച് രസമായിരുന്നു എൻ്റെ എന്താണ് ഒരു ഫേവറേറ്റ് ഡിഷ് എന്നൊക്കെ പറയും. ഇപ്പോഴും രസമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ രസം അത്ര സൂപ്പറായിട്ട് വരുന്നില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനിവിടെ സോങ്ങൊക്കെ വെച്ചിട്ടാണ് ഇരിക്കാറ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സോങ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. സോ ടി വിയിൽ ലാപ്പ് കണക്ട് ചെയ്തിട്ട് ഞാൻ സോങ്ങൊക്കെ ഇടും. പിന്നെ ഞങ്ങൾ എന്താണ് കൊച്ചു കൊച്ചു കൊത്താക്കി സിനിമ കാണാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ രാവിലെ മുതൽ ആ സിനിമയുടെ പുറകിലായിരുന്നു. അത് ഫുള്ള് കുറേശ്ശെ കണ്ടത്. ഇവിടെ നെറ്റ് അങ്ങോട്ട് കിട്ടണില്ലായിരുന്നു. സോ നമ്മുടെ സ്മൂത്ത് കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഓഫ് ഡേ കിട്ടുക. അപ്പം നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ അഞ്ജനാമണിയുടെ ടെഡി ബിയറാണ്. അവളിവിടെ വെച്ചിട്ട് പോയത്. അവളിപ്പോൾ ലുബ്ലാനയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവളുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളിവിടെ ഭയങ്കര ചില്ലാണ് അവളുണ്ടെങ്കിൽ. അപ്പം എന്താണ്, നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മള് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സോ അൻസബ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫോട്ടോ എടുക്കാറ്. അപ്പൊ അവളൊന്ന് ഓടിക്കളഞ്ഞു ഗൈസ്. നമ്മുടെ VIP ആയിട്ടുള്ള CHP ഇതെത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇന്നൊരു ഗേൾസ് ഡേ ആണ് ഗൈസ്. പക്ഷെ അൻസബയ്ക്ക് ജോലിയുണ്ട്, ഞങ്ങൾ എന്റെ അടുത്ത് നടത്തില്ല. സോ ആയിട്ട് ഞങ്ങൾ കറങ്ങാനൊക്കെ പോലെ CHP. സോ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാകാൻ തോന്നുന്നു ഗൈസ്. നമ്മൾ അരിക്ക് 2 കുക്കറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വലിയ പാത്രമൊന്നുമില്ല. സോ ഇവിടെ സവാള ഫ്രൈ ചെയ്യുന്നുണ്ട് ചെബാരയുടെ മുഖം പേരിൽ കാണാൻ അവൾക്ക് ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള്. ഇവിടെ ഞങ്ങള് ഫിലിം ബാക്കി കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സലാഡ് ഉണ്ടാക്കാം. അങ്ങനെ കൊച്ചു കൊച്ചു കത്താക്കി സിനിമയൊക്കെ കണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഞാനൊന്ന് ഉറങ്ങിത്തരാം. ഗുഡ് നൈറ്റ്. സോ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ്. ഞാനും ശ്രീലക്ഷ്മി ഷബാനയുണ്ട്. സോ പോയിട്ട് വരാം. ബൈ ബൈ. ഷോപ്പിങ്ങിന്
നമ്മൾ 3 പേരും കണ്ടില്ലേ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ യൂറോ പാർക്കിൽ പോവാണ് ഷോപ്പിങ്ങിന്. ചുമ്മാ കയ്യിൽ 5 പൈസ ഇല്ല, എന്നാലും ഞങ്ങൾ വെറുതെ അങ്ങ് പോകും. സോ ഇതായിരുന്നു നമ്മുടെ യൂറോ പാർക്ക്. നമ്മൾ കുറേ വെട്ടിവിടെ വന്നിട്ടുണ്ട്. ഇത് പോകുന്നു 2 തരുണിമണികൾ. ഞാൻ ഇവിടെ ക്യാമറയ്ക്ക് പിന്നിലുണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മളിപ്പോൾ യൂറോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ന്യൂയോർക്കിലോട്ടാണ് പോകുന്നത്. സോ നമ്മൾ ന്യൂയോർക്കർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോണത്. സോ നമ്മൾ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ ജസ്റ്റ് ഗേൾസിന്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിക്കണു. ഇപ്പൊ കണ്ടില്ലേ വിന്റർ ആവാൻ പോണു. സോ വിന്റർ സ്യൂട്ട്സ് ഒക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. 2 പേര് അതിനകത്ത് കയറിയിട്ടുണ്ട്. ഞാനും 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. മേടിക്കില്ലെന്ന് അറിയത്തില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. സോ വെയിറ്റിംഗ് ആണ്. സോ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. സോ ഞാൻ 2 ടോപ്പ് എടുത്ത് ട്രൈ ചെയ്തു. ടോപ്പ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, കുഴപ്പമില്ല. പക്ഷെ ടോപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ടോപ്പ് എനിക്ക് ചേരുന്നതായിട്ട് പക്ഷെ വാങ്ങിയില്ല ഗൈസ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇവിടുന്ന് പക്ഷെ ഇറങ്ങി. ഇനി അടുത്ത എവിടെ പോകുന്നത്, എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങണം. അപ്പം നമ്മൾ കരുതി മുള്ളറി പോകാമെന്ന്. സോ ഞങ്ങളിപ്പോൾ മുള്ളറി പോവാണ്. ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു മുള്ളറിലേക്കായിരുന്നു. സോ കുറച്ച് എനിക്ക് ലിപ്സ്റ്റിക്ക് നോക്കണം അതായിരുന്നു. സോ കോസ്മെറ്റിക് സെക്ഷനിലേക്ക് പോയി. ലക്ഷ്മിക്കൊക്കെ അറിയാം. അവളെ തന്നെ എനിക്കൊരു കോമ്പാക്ട് പൗഡർ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് ഞാൻ വാങ്ങിയില്ല. എനിക്കത് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ശ്രീലക്ഷ്മി ഇങ്ങനെ കയ്യിൽ എൻ്റെ ഷെയ്ഡ് വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനോട് മാച്ചിങ് ഉള്ളത് ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്താനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് ശ്രീലക്ഷ്മി. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല. ഇതിനോട് മാച്ചായിട്ടുള്ള ഒന്നും കിട്ടിയതുമില്ല. ഇത് കണ്ടില്ലേ, കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒടുക്കത്തെ വിലയാണ്. എന്നെക്കൊണ്ടത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഞങ്ങൾ വെറുതെ പിന്നെ അവിടെയൊക്കെ എല്ലാം നോക്കി നടന്നു. ഈ സ്ക്രബ് നോക്കി, സ്ക്രബും നല്ലത് കിട്ടിയില്ല. മുള്ളരക്കായിരുന്നു നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തു ഗൈസ്. ഇനി ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സോ കുറച്ച് ക്രോസോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്പാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പാറിലേക്ക് വന്നിട്ടുണ്ട് ക്രോസോൺസ് വാങ്ങാൻ. നമുക്ക് വാങ്ങിയിട്ട് വരാം. സോ യൂറോ പാർക്കിൽ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ക്രോസോണും സ്റ്റോളയും വാങ്ങിയിട്ടുണ്ട് ഗൈസ് കഴിക്കാൻ. സോ ഗൈസ്, ഒരു ഐസ്ക്രീമോട് കൂടി എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് ഐസ്ക്രീം വാങ്ങാം. കുറെ അധികം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. കുക്കീസ് താല്പര്യമില്ല ഗൈസ്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ശ്രീലക്ഷ്മിക്ക് ഐസ്ക്രീം ഇഷ്ടമില്ലാന്ന്. സോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോ തിന്നട്ടെ. സോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ ബൈ. എല്ലാവരും എന്റെ വീഡിയോ തന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം എന്റെ വീഡിയോസിനൊക്കെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഫീസ് അടച്ച് ചെയ്യുമ്പോൾ ഞാൻ പരിഹരിക്കുന്നതായിരിക്കും. ഫീസ് അടച്ച് ചെയ്യുമ്പോൾ ഞാൻ പുതിയ ഫോൺ വാങ്ങും ഗൈസ് എന്നാണ് എന്റെ ഒരു പ്ലാൻ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ, ടാറ്റ.